Dubai Gold and Diamonds, Pride of Generations. പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മഞ്ഞളുങ്കൽ യൂണിറ്റ് ജനറൽ ബോഡി യോഗവും തെരഞ്ഞെടുപ്പും നടന്നു. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം നിർവഹിച്ചു. മഞ്ഞളുങ്കൽ ബിസ്ല ഹാളിൽ വെച്ചാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മഞ്ഞളുങ്കൽ യൂണിറ്റ് ജനറൽ ബോഡി യോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നത്. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര യോഗം ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളികളുടെ പ്രശ്നമായിരുന്നു, പോലീസിന്റെ അതിക്രമമായിരുന്നു, രാഷ്ട്രീയ പാർട്ടിയുടെ കടന്നുകയറ്റമായിരുന്നു, ഗുണ്ടാ വിളയാട്ടമായിരുന്നു. ഇതൊക്കെ നമ്മുടെ സംഘടന അവസാനിപ്പിച്ചു. ഇന്ന് സംഘടന ഒരു കേഡർ പ്രസ്ഥാനം പോലെ ഒരു വ്യാപാരിയുടെ കടയിൽ വന്ന് മോശമായി പെരുമാറാൻ ഒരാളും തയ്യാറാകത്തില്ല, ധൈര്യപ്പെടില്ല. കാരണം നിങ്ങൾ ഒരു വ്യക്തിയല്ല. പാലക്കാട് ജില്ലയിൽ 40,000-ലധികം അംഗങ്ങളുടെ ഒരു ശൃംഖലയാണ് നിങ്ങൾ. കേരളത്തിലെ 10 ലക്ഷത്തിലധികം വരുന്ന വ്യാപാരികളുടെ ശൃംഖലയാണ് നിങ്ങൾ. ഒരാൾ 10 ലക്ഷം പേർക്ക് തുല്യമാണ്. അത് തിരിച്ചറിവുണ്ടായിരിക്കുന്നു ഗവൺമെന്റിനും രാഷ്ട്രീയ പാർട്ടികളും. അതാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ വന്നിട്ട് പണ്ടത്തെ പോലെ അവർക്ക് തോന്നിയ പോലെ രസീത് എഴുതിയിട്ടിട്ട് പോകാത്തത്. അത് നാം തിരിച്ചറിയണം. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഈ സംഘടന 2020-ലുണ്ടായി, 24-ൽ ബാബു കോട്ടയിൽ കൂടുതൽ സജീവമായതിനു ശേഷം വീണ്ടും ഇത് പുനർജനിക്കുകയാണ്. പലപ്പോഴും നിങ്ങളിൽ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു സംഘടന ഉണ്ടെങ്കിലും കച്ചവടം ചെയ്യാം, സംഘടന ഇല്ലെങ്കിലും കച്ചവടം ചെയ്യാം. സംഘടന ഉണ്ടെങ്കിൽ കുറെ കൂടെ സമയം നഷ്ടമാക്കുന്നത്, പിന്നെ അത് വേണ്ടാലോ എന്ന്. അങ്ങനെ ചിന്തിക്കുന്നവരോട് നിങ്ങൾ പറയണം, നമ്മുടെ കടപരിശോധന അവസാനിപ്പിച്ചിട്ട് എത്ര നാളായി? അതിന് കാരണമാരാണ്? കടപരിശോധന കൊണ്ട് എന്തായിരുന്നു ബുദ്ധിമുട്ട്? അതവരെ പറഞ്ഞ് മനസ്സിലാക്കണം. യൂണിറ്റ് പ്രസിഡന്റ് EP നസീർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറിയും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് മുഖ്യഭരണാധികാരി ജില്ലാ വൈസ് പ്രസിഡന്റ് TP സക്കീറിന്റെ നേതൃത്വത്തിൽ 2024-26 വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. ജനറൽ സെക്രട്ടറി CVM ഫൈസൽ, ട്രഷറർ ഉസ്മാൻ ബിസ്ല, മണ്ഡലം പ്രസിഡന്റ് മൊയ്തു ഹാജി, ജനറൽ സെക്രട്ടറി KP റസാഖ്, വൈസ് പ്രസിഡന്റ് EP അബ്ദുൽ ജബ്ബാർ, സിദ്ദീഖ് പത്രാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.